മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്തിൽ. സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടുകൂടി ആ മമ്മൂട്ടി പോയി. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളിവിട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പം മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനഞ്ജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വിളിച്ചു. കാരണം ധനഞ്ജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ്. തുടങ്ങി കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കുള്ളത്. ഇപ്പം ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നതാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ മണിയമ്പള്ളി ഇപ്പോൾ തന്നെ ആരോട് ക്ഷണിച്ച് മണിയമ്പള്ളി രാജുവിനെ കൊണ്ടുവന്നതാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്നു. ഞാൻ മലയാള സിനിമയിൽ കൊണ്ടുവന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി. ഇപ്പോൾ അവർക്ക് 10 വയസ്സുള്ളപ്പോൾ ഉർവശിക്ക് 10 വീട്ടിൽ പെടുകൊടുത്താണ് വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അത് പ്രേംസും മധുവും നായകന്മാരാണ്. എഴുതിയപ്പോൾ അതിലൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതി ബാല്യം ഒരിക്കാൻ ഒരു കുട്ടികളാണ്. അപ്പോൾ ചവറ വി.പി. നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്ന് അവർ അഭിനയിക്കാൻ ചാൻസ് നേടുന്നു അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല. പക്ഷേ ഈ കതിർമണ്ഡപം ഡയറക്ടർ കെ.പി. പിള്ള എന്നാണ്. അദ്ദേഹം സംസ്ഥാനത്ത് അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമില്ല. അദ്ദേഹം എന്നെ കൊണ്ട് തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചവറ വി.പി. നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും. 10 വയസ്സുള്ള പ്രായം. നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പ്രായത്തിൽ പറ്റിയൊരു കൂട്ടുകാരൻ. അവർ രണ്ടും അഭിനയിക്കുന്നവരാണ്. ചവറ വി.പി. നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ 10 വയസ്സുള്ള വീട്ടിൽ കൊടികോണെന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉദ്ദേശിച്ചായിട്ട് പറഞ്ഞത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കലാരഞ്ജലിയാണ് ഞാൻ സ്വന്തം വിധത്തിൽ അവതരിപ്പിച്ചത്. അമ്മയുടെ അനിയത്തിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവരെ മാത്രമാണ് ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകളിൽ മാത്രം. വേറൊരു നായികാനെ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൽ ഭൂമിനാഥൻ. സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് എൽ ഭൂമിനാഥൻ. അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. ജി മുരളി അദ്ദേഹത്തെ സ്വന്തം എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാർ കൊമേഡിയനായിട്ട് ജഗതിയെ അവതരിപ്പിച്ച ഞാനാണ്. മണിയമ്പള്ളി രാജുവിനെ ആദ്യമായിട്ട് സിനിമ അവതരിപ്പിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായിരുന്ന സുരേഷ് എന്ന ക്യാമറമാനെ മാളികമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ഞാനാണ്. അപ്പോൾ ഞാനങ്ങനെ ടെക്നീഷ്യൻസിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാസ്റ്റിംഗ് താല്പര്യമില്ല.